ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് B1 ലെവലിലും B2 ലെവലിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു ഗ്രാമർ പോർഷനാണ്. മസ്റ്റായിട്ട് അറിയണം, കാരണം കൊയ്ത്ത് എക്സാമിനൊക്കെ ഇത് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളാണ്. അപ്പം ഈ ഗ്രാമർ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വൈറ്റാലിംഗ് കണക്ടോറനാണ്. B1 ആണെങ്കിലും B2 ആണെങ്കിലും എക്സാമിന് സ്പെഷ്യനാണെങ്കിലും സ്ട്രൈബനാണെങ്കിലും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രാമർ പോർഷനാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എളുപ്പമൊന്ന് ഗ്രാമാറ്റിക് പോർഷൻ ഓർത്തിരിക്കാനുമുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം സ്വൈറ്റാലിംഗ് കണക്ടോറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെൻറ്റൻസിനെ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള കണക്ടോറനാണ്. അതായത് എന്താണ് ദ പൈൽഡ എന്നൊക്കെ പോലെ തന്നെ കണക്ടോറനാണ് സ്വൈറ്റാലിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം 7 കണക്ടോറനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എക്സാമ്പിളും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ വരുന്നതാണ് നിസ്റ്റുനൂറും സ്വന്തനാവുക. നിസ്റ്റുനൂർ സ്വന്തനാവുക. ഈ ഹെഡിങ്ങിൽ തന്നെ ഞാൻ കോമ ആഡ് ചെയ്തിരിക്കുന്നത് ഓർക്കാനായിട്ട് എളുപ്പമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മീനിങ് ആണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഓക്കെ, അതിൻ്റെ മീനിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ 1,3 എന്ന് ഇട്ടിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും നമുക്ക് ഈ കണക്ടോറിനെ വെക്കാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. അതാണ് ഞാൻ ആ ഫസ്റ്റ് ഹെഡിങ്ങിൽ തന്നെ ഇതെല്ലാം പറയുന്നത്. അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. എല്ലാ കണക്ടോറിൻ്റെയും ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ നോക്കാം. സ്പീൽത്ത് നിസ്റ്റുനോർ ലോഡോ സ്വന്തോന ഫോസ്പാൽ. അതായത് അവൻ ലോഡോ മാത്രമല്ല ഫോസ്പാലും കളിക്കും, അതായത് ഫുട്ബോളും കളിക്കും. ഓക്കെ, അതായത് അതിനകത്ത് സബ്ജക്റ്റും വെർബും സെയിം ആയതുകൊണ്ടാണ് നമ്മൾ സ്വന്തോണാവും കഴിഞ്ഞിട്ട് ഫോസ്പാൽ എന്ന് പറഞ്ഞത്. ഡിഫറൻറ്റ് സബ്ജക്റ്റും വെർബാണ് വരുന്നതെങ്കിൽ നമ്മൾ സ്വന്തേൺ വെർബ് സബ്ജക്റ്റ് ഔഗ് എന്നിട്ട് ഒബ്ജക്റ്റ് വെക്കുക. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ എഴുതാൻ. അതായത് ഡിഫറൻറ്റ് സബ്ജക്റ്റും വെർബും ആണെങ്കിൽ. ഒരു എക്സാമ്പിളോട് നോക്കാം. അത് ഫട്ട് പൊസിഷനിലാണ് നമ്മൾ നിസ്റ്റുനൂർ വെച്ചിരിക്കുന്നത്. നിസ്റ്റുനൂർ ബ്രഷ് ഈസ് ടോയ്സ് സ്വന്തോനാവ് ഇംഗ്ലീഷ്. ഇനി അടുത്ത കണക്ടോറാണ് സ്വാർ ആബർ. സ്വാർ ആബർ. ഓക്കെ, ഇതും ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും വെക്കാം. ഇതിൻ്റെ മീനിങ് ആണ് വേണമെങ്കിലും പക്ഷേ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഹാൻഡി ഈസ് സ്വാർ ഹെൽപ്രൈസ് ആബർ എസ് ഇസ് ഗസൂണ്ട് ഷെയർലിഷ്. ഹാൻഡി വളരെയധികം നല്ലതാണെങ്കിലും പക്ഷേ അത് നമ്മുടെ ഗസൂണ്ട് ബാഡാണ്, ഹെൽത്തിന് ബാഡാണ്. അടുത്ത എക്സാമ്പിളാണ് സ്വാർ ഹാബെ ഇഷ് ഫസ്റ്റാൻഡൻ ആബർ ഇഷ് ഹാബെ നോക്ക് ഹൈൻ ഫ്രാഗൻ. അതിൻ്റെ മീനിങ് വരുന്നത് എന്താണ്, എനിക്ക് മനസ്സിലായെങ്കിലും പക്ഷേ എനിക്കൊരു ഫ്രാഗെ കൂടി ഉണ്ട്, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസിൽ പോസിറ്റീവും നെഗറ്റീവും കാര്യം പറയാനാണ് നമ്മളിവിടെ സ്വാർ ആബർ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഐനർ സൈഡ്സ് അന്തറർ സൈഡ്. അതായത് വൺ സൈഡ് അല്ലെങ്കിൽ അനദർ സൈഡ്, ഒരു സൈഡിൽ അല്ലെങ്കിൽ മറ്റൊരു സൈഡിൽ എന്ന് വെച്ച് പറയുന്നതാണ്. ഇതും നെഗറ്റീവ്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കാര്യങ്ങൾ പറയാനായിട്ടായിരിക്കും. ഓക്കെ, ഇതും ഫസ്റ്റ് പൊസിഷനിലും വെക്കാം, തേർഡ് പൊസിഷനിലും വെക്കാൻ പറ്റും. എക്സാമ്പിൾ നോക്കാം. ഐനർ സൈഡ്സ് മാർക്ക് ഇഷ് ഫാസ്റ്റ് ഫുഡ് അന്തറർ സൈഡ്സ് ഈസ് ഉൺഗസൂണ്ട്. ഒരു സൈഡിൽ ഫാസ്റ്റ് ഫുഡ് എനിക്കിഷ്ടമാണ്, മറ്റേ സൈഡിൽ എന്താണ്, അത് നമ്മുടെ ഗസൂണ്ടിന് നല്ലതല്ല, അൺഹെൽത്തിയാണ്. Ich möchte einerseits Geld sparen, andererseits brauche ich eine Jacke für den Winter. എനിക്ക് ആഗ്രഹമുണ്ട് ഗെൽഡ് സ്പാറൻ ചെയ്യാൻ, മണി സേവ് ചെയ്യാൻ. പക്ഷേ മറ്റൊരു സൈഡിൽ എനിക്ക് വിൻ്ററിന് വേണ്ടി ഒരു ജാക്കറ്റ് വേണമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്തറർ സൈഡ് വെച്ച് കഴിഞ്ഞാൽ വെർബ് പിന്നെ സബ്ജക്റ്റ് പിന്നെ ഒബ്ജക്റ്റ് എന്ന രീതിയിലായിരിക്കും സെൻറ്റൻസ് മേക്കിങ് വരുന്നത്. അടുത്തതാണ് നാലാമത്തത് ദസ്തോ. ദസ്തോ. ഇത് ഫസ്റ്റ് പൊസിഷനിൽ മാത്രമാണ് വെക്കുന്നത്. ഇതിൻ്റെ മീനിങ് വരുന്നത് എത്രത്തോളം
അത്രത്തോളം എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ പ്ലസ് കൊമ്പറാറ്റീവിനാണ് കോംപ് എന്ന് കൊടുത്തിരിക്കുന്നത്. കൊമ്പറാറ്റീവ്, സബ്ജക്റ്റ്, വെർബ്, ദസ്തോ, കൊമ്പറാറ്റീവ്, വെർബ്, സബ്ജക്റ്റ്. ഇതാണ് സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ കൊമ്പറാറ്റീവ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. Je mehr ich Geld habe, desto mehr gebe ich aus. എത്രത്തോളം എനിക്ക് ഗൾഡ് ഉണ്ടോ അത്രത്തോളം എനിക്കത് സ്പെൻഡ് ചെയ്യണം. അടുത്ത je bessere ich lerne, desto schneller bestehe ich. എത്രത്തോളം ഞാൻ പഠിക്കുന്നു അത്രത്തോളം എനിക്ക് പാസ്സാകാൻ പറ്റും, പെട്ടെന്ന് പാസ്സാകാൻ പറ്റും. അടുത്ത കണക്ടറാണ് എൻവേഡർ ഓർഡർ. എൻവേഡർ ഓർഡർ നമുക്ക് ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും വെക്കാം. ഇതിൻ്റെ മീനിങ് വരുന്നത് ഒന്നെങ്കിൽ അല്ലെങ്കിൽ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. Ich kann entweder mit dem Bus oder dem Zug. എനിക്ക് ഒന്നെങ്കിൽ ബസ്സിൽ പോകണം അല്ലെങ്കിൽ സൂക്കിൽ. ഓക്കെ, അടുത്തതാണ് entweder kaufe ich ein Auto oder ein Fahrrad. ഒന്നെങ്കിൽ ഞാൻ ഓട്ടോ വാങ്ങും അല്ലെങ്കിൽ ഫറാഡ്. അടുത്തതാണ് വേഡർനോക്ക്. വേഡർനോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വേഡർനോക്കിൻ്റെ മീനിങ് വരുന്ന അതും ഇല്ല ഇതും ഇല്ല. അതായത് നെഗറ്റീവ് സെൻറ്റൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണക്ടോറിനാണ് വേഡർനോക്ക്. ഇത് നമുക്ക് ഫസ്റ്റ് പൊസിഷനിലും വെക്കാം തേർഡ് പൊസിഷനിലും വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ സെൻറ്റൻസ് നോക്കാം. മറിയ മാക് വേഡർ ബിയർ നോക്ക് വൈൻ. മറിയയ്ക്ക് ബിയറും ഇഷ്ടമില്ല വൈനും ഇഷ്ടമില്ല. വേഡോ ഫാറൻ വിയർ മിറ്റ് ഔട്ടോ നോക്ക് മിറ്റ് ദം സൂക്ക്. ഔട്ടോയിലും ഫാറൻ ചെയ്യാനും ഇഷ്ടമില്ല, അതുപോലെ തന്നെ സൂക്കിലും ഫാറൻ ചെയ്യാൻ ഇഷ്ടമില്ല. അടുത്തതാണ് ഏഴാമത്തെ കണക്ടോറൻ, അതായത് ലാസ്റ്റ് കണക്ടോറനാണ് സോവോൾ അൽസൗ. സോവോൾ അൽസൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് വെൽ ആസ്. ഓക്കെ, എൻ്റെ മീനിങ് ആസ് വെൽ ആസ് എന്നാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ സെൻറ്റൻസിൽ നമ്മൾ വെർബും സബ്ജക്റ്റും സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ കണക്ടോർ യൂസ് ചെയ്യത്തുള്ളൂ. രണ്ട് സെൻറ്റൻസിൻ്റെയും വെർബും സബ്ജക്റ്റും സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾ സോവോളും അൽസവും യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇവിടെ കോമയൊന്നും വരുന്നില്ല. ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് അല്ല തേർഡ് പൊസിഷനിൽ മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് പൊസിഷനിൽ വെക്കത്തില്ല. അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. വരുൺ ഈസ്റ്റ് സോവോൾ ഹ്യൂബിഷ് ആൽസൗ ക്ലൂങ്. വരുൺ എന്താണ്, ഹ്യൂബിഷ് മാത്രമല്ല അതുപോലെ എന്താ ക്ലൂങ്ങുമാണ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. Ich möchte sowohl meinen Vater als auch meine Mutter helfen. ഓക്കെ, ഞാൻ എന്താണ് എൻ്റെ ഫാദറിനെ മാത്രമല്ല മദറിനെയും ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഹെൽഫൻ എന്തുകൊണ്ടാണ് ആമൻ്റെയിൽ വന്നത്? മോഡൽ വെർബായ മ്യോഷ്ടയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആമൻ്റെയിൽ എൽഫൻ എന്നുള്ള വെർബ് വന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. 7 കണക്ടോറിനാണ് നമുക്ക് സ്വൈറ്റാലിക്കയിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കോമ മറന്നു പോകരുത്. കോമ ഇടേണ്ടതിനൊക്കെ ഇടുക, അല്ലാത്തതിന് ഇടരുത്, തെറ്റിപ്പോകും. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിയേഴ്സ്.